തഴുകാൻ വരൂ നാഥാ യേശുവേ. നീ വന്നണഞ്ഞാൽ തീരുവൻ വിധിയാർന്ന നിങ്ങൾ ജീവനേ. നീ വന്നണഞ്ഞാൽ തീരുവൻ വിധിയാർന്ന നിങ്ങൾ ജീവനേ. നീ മാത്രമാണെന്നാശയും ആശ്വാസമരുളും സ്നേഹവും. നീ മാത്രമാണെന്നാശയും ആശ്വാസമരുളും സ്നേഹവും. കരനീരുവിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥാ യേശുവേ. മൃദുലമാം നിൻ മധുരനാദം കേട്ടിടുവാൻ മനസ്സുടഞ്ഞു കാത്തിരിപ്പു ഏകാകിയാൽ. നീ വരൂ നാഥനേ, നീറുവിൻ പ്രാണനിൽ മോക്ഷമായി നിറയുമോ ജീവനിൽ എൻ പ്രഭു. കരനീരുവിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥാ യേശുവേ. നോവമെൻ്റെ മുറിവുകൾക്ക് ആശ്വാസമായി സ്നേഹത്തൈലത്തൂവലാലെ തഴുകിടുമോ ഊരിരുൾ പാതയിൽ പൊൻപ്രഭാ പൂരമായി ശാന്തി തൻ നാമമായി തെളിയുമോ രക്ഷകാ. കരനീരുവിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥാ യേശുവേ. നീ വന്നണഞ്ഞാൽ തീരുവൻ വിധിയാർന്ന നിങ്ങൾ ജീവനേ. നീ വന്നണഞ്ഞാൽ തീരുവൻ വിധിയാർന്ന നിങ്ങൾ ജീവനേ. നീ മാത്രമാണെന്നാശയും ആശ്വാസമരുളും സ്നേഹവും. നീ മാത്രമാണെന്നാശയും ആശ്വാസമരുളും സ്നേഹവും. കരനീരുവിൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥാ യേശുവേ. കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. തുടർന്ന് പറയുകയാണ്, കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചു തരണം. പലപ്പോഴും പലരും നമ്മളോട് ചില കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധയോടുകൂടി നാം ആയിരിക്കാറും. ആ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ
പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? അപ്പോ ദൈവം ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നതായ അനുഭവം ഉണ്ടാകണമേ എന്ന് ഒരു യാചനയുടെ അനുഭവത്തിലാണായിരിക്കും. നാം ഇന്ന് പലയിടങ്ങളിൽ നമ്മുടേതായ ആവശ്യങ്ങളിൽ മുഴുകിയിരിക്കേണ്ടവരാണ്. പ്രത്യേകാലത്ത് ഞായറാഴ്ച ആയതുകൊണ്ട് ഭവനങ്ങളിൽ തന്നെ ആയിരുന്ന ഭവനങ്ങളിലുള്ളതായ കാര്യങ്ങളെ ക്രമീകരിക്കുവാനും വീട്ടിലുള്ളതായ കുടുംബനാഥന്മാർക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനും മക്കളോടൊപ്പം ഈ അവധി ദിവസം ഇരിക്കാനൊക്കെ ഉള്ളതായ ഒരു സമയമാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മീക അനുഭവത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിതമാക്കി മാറ്റി വെക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയും ഇന്ന് ഈ വായിച്ച വേദഭാഗം പറയുന്ന പോലെ നമ്മുടെ യാചനകളെ ദൈവത്തോട് അറിയിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും അതിന്റെ 3-ാം വാക്യം പറയുന്നത്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ നീ കർത്താവെ 6 നിലനിൽക്കും. അപ്പൊ നമ്മുടെ അകൃത്യങ്ങളെ മായിച്ചു കളയേണ്ടത്, ജനനം മുതലേ അല്ലെങ്കിൽ ജന്മന ഒരു പാപിയായി ജനിക്കപ്പെട്ടു പോയതായ നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുതാൻ തന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പാപത്തിന് യാഗമായി സമർപ്പിതമായി തന്നെ തന്നെ ഭൂമിയിലേക്ക് ഏൽപ്പിച്ച് മനുഷ്യരാശിയുടെ പാപ മോചനത്തിനായി കാൽവരിയിലേക്ക് യാഗമായി തീർന്ന ആ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, കർത്താവിനോട് നാം പറയുകയാണ്, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ. നാം രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ നാം ചെയ്തു പോകുന്നതായ നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആരും എന്ത് ചെയ്യാൻ തക്കവണ്ണമുള്ളവരല്ല, നിലനിൽപ്പാൻ തക്കവണ്ണം സാധിക്കുന്നവരല്ല. വീണ്ടും പറയുകയാണ്, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ മോചനം. അപ്പൊ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന വ്യക്തികളായി തീരുവാൻ നാം എന്ത് ചെയ്യണം? ശ്രമിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ഓർപ്പിക്കുന്നു. വീണ്ടും വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഒരു പ്രത്യാശയുള്ള ഒരു അനുഭവത്തിലേക്ക് നിലനിൽക്കുവാൻ നാം എന്ത് ചെയ്യണം? ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി തീരേണ്ടതിന് എന്നെ ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉള്ളവരായി നാം തീരേണ്ടത് ആവശ്യമാണ്. വീണ്ടും താഴെ വായിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ 8-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോ നാം പൂർണ്ണമായി ദൈവത്തിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നാം തട്ടിക്കൂട്ട് പരിപാടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വയൽപ്രദേശത്തായിരിക്കുന്ന എല്ലാവരും, ശുശ്രൂഷകന്മാർ മാത്രമല്ല, വിശ്വാസികള്, സഭയുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്, അവർക്കെല്ലാം ഒരു വലിയ വേലയാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്? അവരുടെ കയ്യില് കിടക്കുന്നത്, അല്ലെ? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സഭയില് വിമൻസ് മിനിസ്ട്രിയുടെ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ പ്രകാരം പറയുകയുണ്ടായി. കാരണം സുവിശേഷ വേല എന്ന് പറഞ്ഞ് എല്ലാവരിലും കിടക്കുന്ന ഒന്നാണ്, അല്ലെ? അത് സ്ത്രീകളെന്നില്ല, കുട്ടികളെന്നില്ല, യുവാക്കളെന്നില്ല, യുവതികളെന്നില്ല, അതുപോലെ തന്നെ ശുശ്രൂഷകനെന്നില്ല, ഡീക്കനോ ഡീക്കത്തിയോ മൂപ്പനോ ഒന്നില്ല, എല്ലാവരുടെ മേലെ കിടക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ സുവിശേഷ വേല. അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ജ്ഞാനം പ്രാപിച്ചവരായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വചനം നാം ഇവിടെ വായിച്ചു കേട്ടതുപോലെ പറയുകയാണ്, അവൻ ഇസ്രായേലിന്റെ അവന്റെ അകത്തിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നമ്മുടെ തെറ്റുകളെ ദൈവം എന്ത് ചെയ്യും? നമ്മളോട് ക്ഷമിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായും പരസ്യമായും നാം ചെയ്തു പോയതായ പാപങ്ങൾ, നാം ചെയ്തു പോയതായ ബലഹീനമായ നമ്മുടെ അവസ്ഥകൾ, നോട്ടത്തിലും സംസാരത്തിലും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിലൂടെയൊക്കെയും വന്നുപോയതായ സകല കുറവുകളെയും നീക്കി നാം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വായ്പ്രദേശത്തേക്ക് വിശ്വസ്തയോടുകൂടി നാം ഇറങ്ങുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. ആ ക്രിസ്തുവോളം എത്തിച്ചേരേണ്ടതിന് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വായിച്ചു കേട്ടതായ ഈ സങ്കീർത്തനത്തിന്റെ ഈ പ്രബോധനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ സകലമായിരിക്കുന്ന അനുഭവ അവസ്ഥകളെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറയിലേക്ക് നമ്മുടെ കാലുകളെ ഉറപ്പിച്ച് നിർത്തി ദൈവത്തിന്റെ വചനം അങ്ങോളം ഇങ്ങോളം പ്രഘോഷിക്കാനുള്ള അധരം പ്രാപിച്ചവരായി ദൈവത്തിന്റെ സ്വർഗീയ ശഖേന നമ്മെ മറയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം ദൈവം പാപികളാണ്, അപ്പോൾ അതിന്റെ നാമം വിളിച്ച് അപേക്ഷിപ്പാനും കർത്താവെ, എവിടെ സന്നിധി നിൽപ്പാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് കർത്താവെ.
എങ്കിലും എന്റെ ദൈവം നിലവിൽ നടന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്റെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുമാറാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഒരു ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യമാണ് കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, അതിലുപരി നാഥ അടികൾ കേൾക്കുന്നതായ ഓരോ വചനവും അടിയങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവെ ഫലവത്തായി തീരുവാനും നാഥ അതിനൊത്ത് ജീവിപ്പാനും എൻ്റെ ദൈവം അവിടുന്ന് കൃപ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാഥ അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായ അടികൾ അറിയുന്നു കർത്താവെ. അങ്ങയുടെ വരവ് പ്രത്യാശയോട് കൂടി നാഥ വരകൾ ഓരോരുത്തരും ജീവിപ്പാനും കർത്താവയുടെ ഹൃദയങ്ങളെ എൻ്റെ ദൈവം ഒരുക്കുമാറാണമേ എന്ന് യേശുക്രിസ്തു മുഖാന്തരം ചോദിക്കുമ്പോൾ പ്രാർത്ഥന പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ. അവർ പഠിക്കുന്നതായ നേരായ പാതയിലൂടെ തന്നെ അവർ വളർന്നു വരുവാനും കർത്താവ് വചനത്തിൽ അക്ഷതമായ ജീവിതം ഞങ്ങളുടെ യഹോവ അറിയുന്ന കൃപയോട് കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുന്നതാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേല മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ കൃപ അവരുടെ ധാരാളമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ സെക്ഷൻ ദൈവ അവരോട് കരുണ കാട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും ദൈവ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവർക്ക് വേണ്ടുന്ന ശക്തിയും ബലവും ആരോഗ്യവും കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം കരുണ കാട്ടണം കർത്താവേ. ഇവിടെ വന്നിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അവരുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവരുടെ പ്രയാസമേറിയ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം അത്ഭുതമായി വിപ്പിച്ച കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ നയിക്കുന്ന പ്രിയ മക്കളെയും അവിടെ അനുഗ്രഹിക്കണം കർത്താവേ. ദൈവത്തിന്റെ കൃപ ധാരാളമായി ഉണ്ടായിരിക്കണം കർത്താവേ. ഞങ്ങൾ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ അവിടുത്തെ പ്രത്യാശയിൽ ജീവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് ദേശത്തിന്റെ നന്മ അനുഭവിക്കാൻ സ്വർഗത്തിലെ ദൈവം